CMA ഫൈനൽ SFM ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു MCQ ആണിത്. The Sharpe ratio and Treynor ratio of RITN growth fund are 0.35 and 6.5 respectively. The correlation coefficient between returns of the fund and the market index is 0.6. The standard deviation of the market index return approximately is. So നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിനു വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് തന്നിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പ് റേഷ്യോ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.35 ആൻഡ് ട്രെയ്നോ റേഷ്യോ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6.5. അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട് ബിറ്റ്വീൻ റിട്ടേൺ ഓഫ് ദ ഫണ്ടും മാർക്കറ്റ് ഇൻഡെക്സും, ദാറ്റ് ഈസ് 0.6. സോ ഇത്രയും ഇൻഫോർമേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ. സോ ഈ തന്ന ഇൻഫോർമേഷൻ നമ്മൾ ഇക്വേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഷാർപ്പ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. അതേമാതിരി ട്രെയ്നോ റേഷ്യോ ആണ് കാണുന്നതെങ്കിൽ പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. ഇനി മറ്റൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ. സോ അതിനുള്ള ഇക്വേഷൻ എങ്ങനെ വരുന്നത്? ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഇക്വൽ ടു കോറിലേഷൻ ബിറ്റ്വീൻ പോർട്ട്ഫോളിയോ ആൻഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഇൻറ്റു SD ഓഫ് പോർട്ട്ഫോളിയോ ആൻഡ് SD ഓഫ് മാർക്കറ്റ് ഇൻ റിട്ടേൺ മാർക്കറ്റ് ഇൻഡെക്സ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്ന രണ്ട് റേഷ്യോസ്, അതായത് ട്രെയ്നോ റേഷ്യോ ഷാർപ്പ് റേഷ്യോ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ബീറ്റ പോർട്ട്ഫോളിയോ വേണം, അത് നമുക്ക് അറിയില്ല. ദെൻ കോറിലേഷൻ ബിറ്റ്വീൻ റിട്ടേൺ ഓഫ് ഫണ്ടും മാർക്കറ്റ് ഇൻഡെക്സും, അത് നമുക്കറിയാം, ദാറ്റ് ഈസ് 0.6 ആണെന്ന്. പിന്നുള്ളത് നമ്മുടെ SD ഓഫ് പോർട്ട്ഫോളിയോയും അതേമാതിരി SD ഓഫ് മാർക്കറ്റ് റിട്ടേണും, ഇത് രണ്ടും നമുക്കറിയില്ല. പക്ഷെ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുന്ന സമയത്ത് ഇതിലുള്ള രണ്ട് ടേംസ്, അതായത് SD ഓഫ് പോർട്ട്ഫോളിയോയും അതേമാതിരി ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോയും, ഈ രണ്ട് ടേംസും ഇതേ ഇക്വേഷനിൽ സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രണ്ടെണ്ണം, അതായത് ഷാർപ്പ് റേഷ്യോയും ട്രെയ്നോ റേഷ്യോയും അറിയാം. സോ അത് വെച്ച് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന ട്രെയ്നോ റേഷ്യോ ഡിവൈഡഡ് ബൈ നമ്മൾ ഷാർപ്പ് റേഷ്യോ ചെയ്യും. അതായത് ഇക്വേഷൻ ഇതുപോലെ എഴുതി കഴിഞ്ഞ് നമ്മളത് സോൾവ് ചെയ്യുകയാണെങ്കിൽ, മാത്തമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് SD ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമുക്കറിയാം SD ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ട്രെയ്നോ റേഷ്യോ, ദാറ്റ് ഈസ് 6.5 ഡിവൈഡഡ് ബൈ 0.35 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 18.5714 കിട്ടും. ദെൻ ആ ഒരു ആൻസർ വെച്ച് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഇക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ റിട്ടേൺ ഓഫ് ദ ഫണ്ട് ആൻഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഇൻറ്റു SD ഓഫ് പോർട്ട്ഫോളിയോ ആൻഡ് SD ഓഫ് മാർക്കറ്റ് റിട്ടേൺ. എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? ഇതിനെ നമ്മൾ വീണ്ടും ഈ ഇക്വേഷനെ നമ്മൾ വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ റീറൈറ്റ് ചെയ്യും. SD ഓഫ് മാർക്കറ്റ് റിട്ടേൺ ആണ് നമ്മൾ കാണേണ്ടത്, ഈസ് ഇക്വൽ ടു കോറിലേഷൻ ഇൻറ്റു SD ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. ദെൻ ഇത് ആൻസർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ഇക്വൽ ടു, അതായത് SD ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ഇക്വൽ ടു കോറിലേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് 0.6 ഇൻറ്റു SD ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ, അതും നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 18.5714. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, അതായത് SD ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 11.14% ആയിരിക്കും. സോ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് ട്രെയ്നോ റേഷ്യോയും ഷാർപ്പ് റേഷ്യോയും കോറിലേഷനും ആണ് തന്നിട്ടുള്ളത്. കാണാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ ആണ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എഴുതി. സോ ഈ ഇക്വേഷനിൽ നമുക്കറിയാം ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ അതേമാതിരി SD ഓഫ് പോർട്ട്ഫോളിയോ,
ഈ രണ്ട് ടേംസ് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്കിത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 18.5714. അതായത് SDO പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ ബീറ്റ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 18.5714 ആണ്. സോ ആ ഒരു ആൻസർ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് ആ ഒരു ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് നമ്മൾ SD ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് അത് 11.14% ആണെന്ന് കണ്ടെത്തി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.